IPO വഴി ഒരു കമ്പനി ആദ്യമായി പൊതുജനങ്ങളിൽ നിന്ന് ഓഹരി മാർക്കറ്റ് വഴി പണം സമാഹരിക്കുമ്പോൾ അതിൽ നിക്ഷേപിക്കുന്നത് തികച്ചും ആകർഷകമാണ്. എന്നാൽ കൂടുതൽ ലാഭസാധ്യതയോടൊപ്പം വലിയ റിസ്ക്കും ഇതിനുണ്ട്. ഒരു തുടക്കക്കാരൻ IPO നിക്ഷേപിക്കുന്നതിന് മുൻപ് നിർബന്ധമായും 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിപണിയിൽ നിലവിലുള്ള പഴയ ഓഹരികൾ വാങ്ങുന്നതിനേക്കാൾ എത്രത്തോളം റിസ്ക് ഉള്ളതാണ് IPOകളിൽ ഒരു വ്യക്തിഗത നിക്ഷേപകന് ഒരൊറ്റ ഓഹരിയായി വാങ്ങാൻ കഴിയുമോ? നല്ല IPOകൾ എങ്ങനെ തിരിച്ചറിയാം എന്നീ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അഡ്വൈസർ വി കൃഷ്ണദാസൻ സർ സംസാരിക്കുന്നത്. നിലവിൽ വിപണിയിലുള്ള സെക്കൻഡറി സ്റ്റോക്സ്, അതായത് മാർക്കറ്റിൽ ആൾറെഡി ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ IPOസിന് റിസ്ക് കൂടുതലാണെന്ന് വേണം പറയാൻ. കാരണം IPOയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് കൂടുതലും വരുന്നത്, അതും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടിയാണ്. അതായത് ലിസ്റ്റ് ആവുന്ന ദിവസം തന്നെ, ശരിക്കും IPO ഇന്നാണ് ക്ലോസിംഗ് എങ്കിൽ, IPOയുടെ ക്ലോസിംഗ് എങ്കിൽ അത് ഇന്ന് 3-ാമത്തെ ദിവസം T+3 ലിസ്റ്റ് ചെയ്യുന്നത്. ഈ 4-ാമത്തെ ദിവസം തന്നെ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിനോട് എക്സിറ്റ് ചെയ്യാനാണ് കൂടുതലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർ ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് നല്ലൊരു ഗെയിൻ ഇരിക്കുമ്പോൾ വിഡ്രാ ചെയ്യാതിരിക്കുവാണെങ്കിൽ ചിലപ്പം നല്ല രീതിക്ക് ഇടിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അപ്പോഴത്തെ ഒരു മൊമെൻറ്റം, ഒരു ഹൈപ്പിൽ ഉണ്ടാകുന്ന ഒരു ഗെയിനാണ് IPOയുടെ ലിസ്റ്റിംഗ് ഗെയിൻ. സോ ഇത് ആ ലിസ്റ്റിങ്ങിൻ്റെ ആ പ്രൈസ് അവിടെ തന്നെ പിടിച്ച് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ 20-30% അതിൽ കൂടുതലോ അവിടെ നിന്ന് ഇടിഞ്ഞേക്കാം. ഇങ്ങനത്തെ ഒരു മേജർ ഡ്രോപ്പ് നോർമലി ആൾറെഡി വിപണിയിലുള്ള സെക്കൻഡറി സ്റ്റോക്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ IPOയിൽ, അതായത് പുതിയതായിട്ട് ലിസ്റ്റ് ആവുന്ന സ്റ്റോക്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് IPO വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ചിലപ്പോൾ ഒരു ഓൾറെഡി ലിസ്റ്റഡ് വിപണിയിലുള്ള ഒരു സ്റ്റോക്കിനേക്കാളും കൂടുതൽ ഇടിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് IPO ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരത്തിൽ കൂടുതൽ റിസ്കി ആണെന്ന് വേണം പറയാൻ. IPOകളിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ഒരൊറ്റ ഓഹരിയായി വാങ്ങാൻ കഴിയുമോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ലോട്ടറി സിസ്റ്റം വർക്കാകുന്നതെന്നും ഫിനാൻഷ്യൽ അഡ്വൈസർ വി കൃഷ്ണദാസൻ സർ സംസാരിക്കുന്നു. IPOയെ സംബന്ധിച്ചിടത്തോളം നല്ല IPO ആണെങ്കിൽ, അതായത് പൊതുവേ നല്ല കമ്പനികളുടെ IPO, നല്ല ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടാനുള്ള സാധ്യത ഉള്ള IPOയെ സംബന്ധിച്ചിടത്തോളം അലൊക്കേഷൻ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ശരിക്കും ഭാഗ്യത്തിനെ ആശ്രയിച്ച് തന്നെയാണ്. അതായത് നല്ല ലിസ്റ്റിംഗ് ഗെയിൻസ് ഉള്ള കമ്പനി ആയാലും നല്ല പ്രോസ്പെക്ട്സ് ഉള്ള ഒരു വലിയ കമ്പനി ആയാലും ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിക്ക് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ആവുമ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ ചിലപ്പം 4-5 തവണയോ, പിന്നെ വലിയ ഇഷ്യൂസിലൊക്കെ 100 ടൈംസ് കൂടുതലൊക്കെ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നല്ല സ്കോപ്പുള്ള IPOയുടെ സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്ത എമൗണ്ട് എത്രയാണോ അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഒട്ടും 0 സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും കിട്ടുക. കാരണം 100 ഇരട്ടി അപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ 100, 2, 3 എത്രയോ ആ IPO ഓവർ സബ്സ്ക്രൈബ് ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കിട്ടാനുള്ള സാധ്യത കൂടുതലും ഭാഗ്യത്തെ ആശ്രയിച്ചാണ്. ഒരു പക്ഷേ ആ IPO അത്ര ഗുണമുള്ള ഒരു IPO അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അണ്ടർ സബ്സ്ക്രൈബ് ആയേക്കാം. അതായത് ഇഷ്യൂവിൻ്റെ സൈസ് 1000 കോടിയാണെങ്കിൽ, അതായത് ഇഷ്യൂവിൻ്റെ സൈസ് 1000 കോടിയാണെങ്കിൽ അപ്ലിക്കേഷൻസ് 1000 കോടിക്ക് വന്നിട്ടില്ല, അതിൽ കുറഞ്ഞേ വന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത മൊത്തവും കിട്ടിയേക്കാം. അല്ലാതെ പൊതുവേ നല്ല ഇഷ്യൂസിൽ ഭാഗ്യത്തെ ആശ്രയിച്ചാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ലോട്ടറി സിസ്റ്റം വഴിയാണ് ആർക്കൊക്കെ അലൊക്കേഷൻ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. വലിയ റിപ്പോർട്ടുകൾ വായിക്കാതെ തന്നെ എങ്ങനെ നല്ലൊരു IPO തിരിച്ചറിയാം എന്നത് വലിയൊരു ചോദ്യമാണ്. സങ്കീർണമായ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റുകൾ വായിക്കാൻ അറിയില്ലെങ്കിലും ലളിതമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടക്കക്കാർക്ക് മികച്ച IPOകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൃഷ്ണദാസൻ സർ സംസാരിക്കുന്നു. ഒരു IPOയെ തിരഞ്ഞെടുക്കുന്നത് കൂടുതലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ലിസ്റ്റിംഗ് സാഹചര്യങ്ങൾ, അതായത് ലിസ്റ്റിങ്ങിനുള്ള സാധ്യത ഒരു 20-30% ലിസ്റ്റിങ്ങിൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ, അതിനുള്ള സാധ്യത ഉണ്ടായെങ്കിൽ അതനുസരിച്ചാണ് കൂടുതലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ IPO വഴി നമ്മുടെ ലോങ് ടേം ഹോൾഡിംഗ് ആയിട്ട് ഒരു കമ്പനിയെ വാങ്ങിക്കാൻ, അതായത് IPO ഇന്ന് വരുന്നുണ്ട്, പക്ഷേ ഈ കമ്പനിക്ക് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുണ്ട്, ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോക്കിനെ ലോങ് ടേമിന് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം
സാമ്പത്തിക ഡീറ്റെയിൽസ്, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വായിച്ച് കൂട്ടി വേണം തീരുമാനമെടുക്കാൻ. കാരണം ആ കമ്പനിയുടെ ആ സെക്ടറിലുള്ള കമ്പനിയുടെ ഒരു കോമ്പറ്റേറ്റീവ്നെസ്, അതിനുള്ള പുരോഗമിക്കാനുള്ള സാധ്യതകൾ, പിന്നെ ആ സെക്ടറിന് തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഉണ്ട്, ഈ പർട്ടിക്കുലർ സെക്ടറിൽ ഡിസ്റപ്ഷൻ. അതായത് ഇപ്പം നമുക്ക് ഐ ടിയിൽ അറിയാം, ഐ ടിയിൽ ഇപ്പം AI വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. AI വലിയ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട് ഐ ടിയിൽ പല സെക്ടേഴ്സിനും. അങ്ങനെയുള്ള ഡിസ്റപ്റ്റീവ് സെക്ടർ ആണോ? ഡിസ്റപ്റ്റീവ് സെക്ടർ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ വരുമ്പോൾ ഈ കമ്പനിക്ക് പിന്നെ പുരോഗമിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഇങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ആ കമ്പനി എങ്ങനെ ഗ്രോത്ത് ഉണ്ട്, റവന്യൂവിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ്സ് എങ്ങനെ ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ്സ് എത്ര ഡൈവേഴ്സിഫൈഡ് ആണ്, ഇതിൻ്റെ പ്രോഫിറ്റ്സ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ആകാനുള്ള സാധ്യത ഉണ്ടോ, ഇതൊക്കെ നോക്കി വേണം. ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയെ ചൂസ് ചെയ്യുക. അല്ലാതെ ചുമ്മാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാര്യങ്ങൾ നോക്കിയാൽ മതി. ലിസ്റ്റിംഗ് ഗെയിൻസിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിനാവുമ്പോൾ പർട്ടിക്കുലർലി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വാല്യുവേഷൻ. പല IPOസും ഈ ഇടയ്ക്ക് വന്ന് വിജയിച്ച ചില IPOs പോലും അവരുടെ വാല്യുവേഷൻ്റെ കാര്യത്തിൽ വളരെ അൺറീസണബിളായിട്ടാണ് അവർ വാല്യുവേഷൻ ചെയ്തേക്കുന്നത്. അത് റവന്യൂയുടെ പല ഇരട്ടിയാണ് അവർ വാല്യുവേഷനായിട്ട് ഡിമാൻഡ് ചെയ്തേക്കുന്നതും. അങ്ങനത്തെ സാഹചര്യത്തിലും ആ കമ്പനി അതിൻ്റെ ഷെയർ ഒരുപക്ഷെ ഇനീഷ്യൽ ഹൈപ്പിൽ കയറി നിന്നാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കുറവാണ്, ഒരുപാട് ഇരിയാനുള്ള സാധ്യത ഉണ്ട്. സോ ഈ കാര്യങ്ങൾ സൂക്ഷിച്ച് വേണം IPOs തിരഞ്ഞെടുക്കാൻ. IPO നിക്ഷേപങ്ങൾ വലിയ ലാഭത്തിനുള്ള അവസരങ്ങൾ തുറന്നു നൽകുമ്പോഴും കൃത്യമായ പഠനമില്ലാതെ ഇറങ്ങിത്തിരിച്ചാൽ നഷ്ടസാധ്യത ഏറിയ ഒന്നാണ്. സെക്കൻഡറി മാർക്കറ്റിലെ പഴയ ഓഹരികളെ അപേക്ഷിച്ച് ഉയർന്ന റിസ്ക് ഉള്ളതിനാൽ തുടക്കക്കാർ വിപണിയിലെ താൽക്കാലിക ഹൈപ്പിൽ വീഴാതെ ശ്രദ്ധിക്കണം. സങ്കീർണമായ സാമ്പത്തിക റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കമ്പനിയുടെ ബിസിനസ് മോഡൽ, വൻകിട നിക്ഷേപകരുടെ താല്പര്യം, ഫണ്ടിന്റെ ഉപയോഗം എന്നിവ വിലയിരുത്തി വിവേകത്തോടെ തീരുമാനമെടുത്താൽ IPO വഴി മികച്ച സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കും.